ഇനി മറ്റൊരു വാർത്തയിലേക്ക്. അല്ലു അർജുന്റെ വീട് ആക്രമിച്ചവരിൽ യൂത്ത് കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ അടുത്ത അനുയായി ശ്രീനിവാസ റെഡ്ഡിയാണ് പിടിയിലായവരിൽ ഒരാൾ. രേവന്ത് റെഡ്ഡിയുടെ തട്ടകമായ കൊടാങ്കലിൽ നിന്നുള്ള നേതാവാണ് ശ്രീനിവാസ റെഡ്ഡി. ഇന്നലെയാണ് അല്ലു അർജുന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. 6 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കെ പി ശ്രീധരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, രേവന്ത് റെഡ്ഡിക്കെതിരെ പ്രതിപക്ഷം വലിയ തോതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അല്ലു അർജുനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ താല്പര്യം പ്രകടമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതിനിടയിൽ രേവന്ത് റെഡ്ഡിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത എങ്ങനെ സ്വാധീനിക്കും? തീർച്ചയായിട്ടും നേരത്തെ മുതൽ തന്നെ, അതായത് പോലീസ് അല്ലു അർജുനെതിരെ നിലപാട് കടുപ്പിച്ച മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യങ്ങളാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് അല്ലു അർജുനെതിരെ നടക്കുന്നതെന്നുള്ള ഒരു ആരോപണം BRSും BJPയും ഉന്നയിച്ചിരുന്നു. അതിനെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇന്നലെയാണ് അല്ലു അർജുന്റെ വീടിന് നേരെ ഒരു സംഘം ആക്രമണം നടത്തിയത്. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി പോലീസ് സുരക്ഷ കൂടി മറികടന്നായിരുന്നു ആക്രമണം. ഇതിൽ 6 പേരെ പിടികൂടുകയും ചെയ്തിരുന്നു. ഓസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ടുള്ള വ്യക്തികളാണ് ഇവിടേക്ക് അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയെന്ന് പോലീസ് ഇന്നലെ പറയുകയും വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു. ഇതിലൊരാൾ ഇപ്പോൾ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായിട്ടുള്ള റെഡ്ഡി ശ്രീനിവാസ് ആണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് BRSും BJPയും. സ്റ്റേറ്റ് സ്പോൺസേഡ് തീവ്രവാദമാണ് അല്ലു അർജുനെതിരെ നടന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുള്ള ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും മുഖ്യമന്ത്രി ഇന്നലെ ആക്രമണത്തെ അപലപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ഈ ശ്രീനിവാസ് റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു സാധ്യത കൂടുതൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലു അർജുന് പിന്തുണ ഒരു വശത്ത് തെലുങ്ക് സിനിമാ ലോകം, അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അല്ലു അർജുന് പിന്തുണയുമായി രംഗത്ത് വരുന്നു. അത് അപ്പുറത്ത് കോൺഗ്രസ് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധത്തിലാകുന്ന ഒരവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ ഹൈദരാബാദിൽ പോലീസ് പ്രത്യേകം വാർത്താ സമ്മേളനം വിളിച്ച് അല്ലു അർജുൻ ആണ് ഈ അപകടത്തിന്, ഈ സന്ധ്യ തിയേറ്ററിലുണ്ടായ അപകടത്തിന് കാരണക്കാരൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന തെളിവുകളൊക്കെ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അല്ലു അർജുൻ തിയേറ്ററിൽ എത്തുന്നത് വരെ കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായിരുന്നു. റോഡ് ഷോയായി അല്ലു അർജുൻ വന്നു. അതുപോലെ തന്നെ ഈ അപകട വിവരം, യുവതി മരിച്ച വിവരം അറിയിച്ചിട്ടും അല്ലു അർജുൻ സിനിമ കാണൽ തുടർന്നു. പോലീസാണ് അല്ലു അർജുനെ തിരിച്ചു കൊണ്ടുവിട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അല്ലു അർജുൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അല്ലു അർജുന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. താൻ ഈ വിവരം പിറ്റേ ദിവസം രാഷ്ട്രീയ വിവാദമായി കൂടി മാറുകയാണ്. പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ മരിക്കുകയും ഒരു കുഞ്ഞ് വലിയ പ്രശ്നത്തിലായി പോവുകയും ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ കണ്ടു. പുഷ്പ 2ന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ പറ്റി ചർച്ച ചെയ്യുന്നതിന്റെ പകുതിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി അനുഭവിക്കേണ്ടി വന്ന പ്രശ്നത്തെ പറ്റി ചർച്ച ചെയ്തില്ല എന്നുള്ളതായിരുന്നു ആ വിമർശനം.